പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി ജയിക്കും എന്നുള്ള സാഹചര്യമായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ ചാനലുകളിൽ ഏതോ എഴുതി കാണിച്ചു റിയാസ് മുക്കോളിയും ഞാനുമായി ചേർന്ന് എന്തോ ഒരു നീക്കം നടത്തുന്നു. അങ്ങനെ ഒരു വാസ്തവമില്ല. ആ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. റിയാസ് മുക്കോളിയെ ആ കാര്യത്തിൽ വലിച്ചിഴച്ചിട്ടേ ഇല്ല. പക്ഷേ റിയാസ് മുക്കോളി പട്ടാമ്പിയിൽ വിജയിക്കും എന്നുള്ള സാധ്യത ഉണ്ടായപ്പോൾ അത് പേയ്മെന്റ് സീറ്റായി മറ്റൊരാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെങ്കിലും മത്സരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ഇത്തവണ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നുള്ളതുകൂടെ നിൽക്കുമ്പോൾ അവിടെ ആദം മുൻസി ഉണ്ടായിരുന്നു, PP നൌഷീർ ഉണ്ടായിരുന്നു, പരിഗണനാ ലിസ്റ്റിൽ അവസാനം വരെ വന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും വിജയിക്കണ്ട എന്ന് കരുതിക്കൂട്ടി ഏതോ ഒരു ഗൂഢകേന്ദ്രത്തിൽ നിന്ന് ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോപണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. അത് കോഴിക്കോട് ജില്ലയിൽ നടന്നിരിക്കുകയാണ്, മലബാർ മേഖലയിൽ നടന്നിരിക്കുകയാണ്. മലബാർ മേഖലയിൽ വ്യക്തമായി ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിജയിക്കാൻ കഴിവുള്ള നേതാക്കളെ മാറ്റി പകരം ജയിക്കാൻ കഴിവുള്ള ആൾക്ക് പരാജയപ്പെടുന്ന സീറ്റും വിജയിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകാതെ പരാജയപ്പെടുന്ന ആളെ ആ സീറ്റിലേക്ക് കൊണ്ടുവരികയും കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് നൽകാതെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അതിനകത്തുണ്ടായി. ഇത് വർഗീയത പറയുന്നതാണെന്ന് ആരും കരുതരുത്. ഇത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുത്തങ്ങയിലെ സമരനായിക, മുത്തങ്ങ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അവരെ കൊണ്ടുവന്ന് പോയി വിളിച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് അവസാനം അവരെ പറ്റിക്കുന്ന കാഴ്ച ഉണ്ടായി എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നു. അങ്ങനെ ദളിത് സമൂഹങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ. അതുപോലെ തന്നെ പല മേഖലയിലും ഇപ്പോൾ പറയുന്നത് കേട്ടു പാലക്കാട് CPM BJP ഡീലാണെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഗൗരവമായി നിങ്ങൾ കാണാനുള്ള ഒരു കാര്യമാണ്. പാലക്കാട് CPM BJP ഡീൽ എങ്ങനെയാണ് സാധ്യമാവുക? ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മലബാർ മേഖലയിൽ ഒരു മുസ്ലിം യുവ നേതാവ് MLA ഒന്നും ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരോ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ള ആ പോയിന്റിൽ നിന്നുകൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് രമേശ് പിഷാരടിക്ക് വിജയിക്കാൻ കഴിയുന്നത്? അവിടെ CPM പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ, LDF പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തി. കാര്യം LDF വിജയിക്കുന്ന സ്ഥലമല്ലല്ലോ, അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തയായ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അവിടെ മത്സരിക്കുമ്പോൾ രമേശ് പിഷാരടിയെ കൊണ്ടുവരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ MP ഉണ്ടല്ലോ, ഒരു അഭിനവ നേതാവുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹവും കൂടെ ഇറങ്ങി അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാം, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി ആ വോട്ടിനെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ, ആ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും? ആ മണ്ഡലത്തിന്റെ പശ്ചാത്തലം അറിയാവുന്നവർ ശ്രദ്ധിക്കണം. അവിടെ വിജയിക്കുന്നത് BJP ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നേട്ടം? ആ നേട്ടം എന്ന് പറയുന്നത് അവിടേക്ക് വീണ്ടും ഈ പറഞ്ഞ ആൾക്ക് രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ആ സീറ്റ് BJP വിജയിച്ചാൽ മാത്രമേ കഴിയൂ. അത് വ്യക്തമായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്.